ഈ റോസ്വെല്ലിനെ നമുക്ക് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം 1947 റോസ്വെൽ ഇൻസിഡന്റ് മാത്രമല്ല സംഭവിച്ചതെന്ന് പിന്നീട് ചില പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്പെൻസറിന്റെ ഏലിയൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ റോസ്വെല്ലിനോട് ചേർന്ന് മറ്റൊരു ഇൻസിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് മെറ്റിൽഡ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ ഒരു ലെറ്ററിലൂടെയാണ് ഈ ഒരു പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പുസ്തകം മാത്രമാണ്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്ന ഒരു കഥ, അത് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നലെ ഞാൻ പറയാം. അതായത് മെറ്റിൽഡ എന്ന് പറയുന്ന സ്ത്രീന്റെ 83 വയസ്സുള്ള ഒരു സ്ത്രീന്റെ കത്ത് വരുന്നു. ആ കത്തില് 23 വയസ്സുള്ളപ്പം അവര് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്നു. മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു UFO തകർന്നു വിടുന്നു. റോസ്വെൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. റോസ്വെൽ ഇൻസിഡന്റ് അല്ല, അതിനോട് ചേർന്ന് വേറൊരു ഇൻസിഡന്റ് ആ സമയത്ത് തന്നെ 1947 തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം. ഇത് തകർന്നു വീണ സമയത്ത് ഇവര് കുറച്ച് പേര് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. 4 ഏലിയൻസിനെ അവര് കണ്ടു അവിടെ. അതായത് ഈ അവശിഷ്ടങ്ങളുടെ കൂടെ തകർന്നു പോയ ശരീരങ്ങളും ഒരു പൂർണ്ണമായി നിൽക്കുന്ന ഒരു ഏലിയൻ ശരീരവും. 4 പേരും മരിച്ചിട്ടുണ്ട്. ഏലിയൻസ് ഒക്കെ മരിച്ചിട്ടുണ്ട്. ഏലിയൻസിന്റെ ബോഡി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അവിടെ ഒരു ഉത്തരമായി. അതായത് അവരവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗാലക്സികൾ കടന്നിട്ട് ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് നമുക്ക് എത്താം. പക്ഷെ അപ്പോഴും രസമുള്ള ഒരു വിഷയം എന്താണെന്നറിയാം. ഈ പറയുന്ന സ്ത്രീ പറയുന്നു, ഈ 4 ബോഡികൾ കണ്ടപ്പോ അവർക്ക് ജസ്റ്റ് ചെന്നപ്പോണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്നറിയാം. അതായത് നമ്മളിപ്പോൾ വൈഫൈ ഉള്ള ഒരു മാളിലേക്ക് നമ്മുടെ ഫോണും കൊണ്ട് ചെന്നു വിചാരിക്കാം. ഇവിടെ വൈഫൈ ഉണ്ട് എന്ന് നമ്മുടെ ഫോൺ പറയാം, കണക്ട് ചെയ്യട്ടെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ? അത് റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈഫൈ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ ഇവരുടെ ബ്രെയിനിലേക്ക് സംതിങ് ഈസ് കമ്മിങ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കണക്ട് ആവാൻ ശ്രമിക്കുക. അപ്പൊ അവരത് ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് മൈൻഡ് കൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അവർ പറയുമ്പോൾ ഡാറ്റ ഡൗൺലോഡ് ആവുക. അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇത് സ്പെൻസറിന് ഒരു സ്ത്രീ, മെറ്റിൽഡ എന്ന് പറയുന്ന ഒരു സ്ത്രീ അയച്ച കത്തിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള വിഷയമാണ്. ആ കത്ത് ഇപ്പോഴും നമുക്ക് എക്സ്ഫൈൽസിലുണ്ട്, അത് PDF ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഈ ഒരു സാധനം അവരുടെ ബ്രെയിനിലേക്ക് ഡൗൺലോഡ് ആവുന്നു. പിന്നെ അവർക്ക് മനസ്സിലാവുന്നത് ഈ ബോഡീസിൽ ഒരെണ്ണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന്റെ പേര് ഏൾ എന്നാണ്. ആ ഒരു ഏലിയന്റെ പേര് ഏൾ എന്നാണ്. ഈ ഏലിയൻസ് തന്നെ സ്വയം പറയുന്നത് ISB എന്ന് പറയുന്ന ഒരു വംശമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ആയിട്ടാണ് ISB. അതെന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഡമ്മികളാണ്. ഈ പറയുന്ന ബോഡി വന്നിട്ടുള്ള ഏലിയൻസ് ഒക്കെ ഡമ്മികളാണ്. ഈ സിലിക്കൺ പോലുള്ള ഒരു ടൈപ്പ് ഞെങ്ങുന്ന ജെല്ലി ആയിട്ടുള്ള ബോഡിയാണ് അവർക്ക്. ഇതേ സാധനത്തിന്റെ തന്നെ കട്ടി കൂടിയ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചത്. അതായത് സിലിക്കൺ പോലെ തന്നെ ഞെങ്ങുന്ന, ഇപ്പൊ ആമത്തോടിന്റെ ചില ഭാഗങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ കട്ടി ഉണ്ടാവില്ല, എന്നാൽ അത്രയും സോഫ്റ്റ് അല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു വസ്തു ഉപയോഗിച്ചിട്ടാണ് ഈ ഏലിയൻ ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മെറ്റൽ അല്ല, ഒരു റബ്ബറും അല്ല, എന്നാൽ കട്ടിയുള്ള ഒരു വസ്തു. ഇതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് സാധനമാണ് ഈ ഏലിയൻസിന്റെ ബോഡി. കണ്ട ശരീരങ്ങൾക്കൊക്കെ ആ 4 ശരീരങ്ങളിൽ ഒരെണ്ണമേ അതായത് പൂർണ്ണ രൂപത്തിലുള്ളൂ. ബാക്കിയുള്ളൊക്കെ ചെതറിപ്പോയി, ഒരെണ്ണം പകുതിയേറ്റേ ഉള്ളൂ. ഈ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് കണക്ട് ആവുന്നുണ്ട് ഇവരുടെ ബ്രെയിനിലേക്ക്. പക്ഷെ ഇവർക്ക് ഒരു ടെലിപ്പതി പോലെയാണ് കണക്ട് ആവുന്നത്. വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കില്ല. കാരണം ഇതിന് അനക്കൊന്നുമില്ല, പക്ഷെ ഈ സാധനം ഇവരുടെ ബ്രെയിനുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇതിന്റെ ബോഡിന്റെ ഉള്ളിൽ കൂടെ നീല കളറിലുള്ള വെയിൻസ് കാണാം. ആ വെയിൻസിന്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ബ്ലഡ് പോകുന്നതും അറിയാം. ബ്ലഡ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും എനർജി സോഴ്സ് ആണോ എന്ന് അറിയില്ല. ഇതൊക്കെ ഇവർ നേരിട്ട് കണ്ടുവന്നു. ഇത് ഇവരുടെ അനുഭവം ഇവര് സ്പെൻസറിന് അയച്ച കത്തിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ സാധനം പറയുന്നത് അതിന്റെ പേര് ഏൾ എന്നാണെന്നും അത് മറ്റൊരു സ്പീഷീസിലുള്ളതാണെന്നും ഇതിന്റെ യഥാർത്ഥ ഈബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സോൾ എന്ന് പറയുന്ന ഒരു സാധനല്ലേ, ഇത് മറ്റെവിടെയോ ഇരുന്ന് ഇതിനെ റിമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വലിയ നക്ഷത്രങ്ങളുള്ള ഏതോ ഒരു സൗരയൂഥം, ആ സൗരയൂഥത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതോ ഹാബിറ്റബിൾ സോണിലുള്ള ഒരു പ്ലാനറ്റ്, ആ പ്ലാനറ്റിലുള്ള ഏതോ ഒരു ജീവിയാണ് ഈ പറയുന്ന 4 എണ്ണത്തിൽ ഒന്നിനെ, അതായത് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നിനെ റിമോട്ട് ചെയ്യുന്നത്. ഇവർക്ക് തമ്മിൽ അതായത് മനുഷ്യർ ഈ പറയുന്ന മെറ്റൽ ഡെക്ക് ഇതുമായിട്ട് കണക്ട് ആവാം.
സംസാരിക്കാം. പല വിഷയങ്ങളാണ് അതിൽ അവർ സംസാരിക്കുന്നത്. ഓക്കെ. അത് ആ വിഷയങ്ങൾ മുഴുവൻ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റും. ഞാനത് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു റോസ്വെൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോ വരും. അതിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് എന്താ അറിയോ, പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജൂപ്പിറ്ററിന്റെയും മാർസിന്റെയും ഇടയിൽ ഇപ്പൊ നമുക്കൊരു മറ്റേ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണാലോ. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഗ്രഹം തകർന്നു പൊടിഞ്ഞു പോയിട്ടാണ് അവിടെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടായത്. അത് പൊടിഞ്ഞു പോകാൻ കാരണം എത്രയോ മുമ്പേ വന്നിടിച്ച മറ്റൊരു ഉൽക്കയായിരുന്നു. അത് വരേണ്ടത് എവിടേക്കായിരുന്നു? ഭൂമിയിലേക്കായിരുന്നു. സോ അന്നേ നശിച്ചു പോകേണ്ട ഒരു പ്ലാനറ്റ് ആയിരുന്നു നമ്മുടെ ഭൂമി. ഇവര് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മളിപ്പോ ചിന്തിച്ചിട്ടുള്ള സെയിം സാധനം. ചുറ്റുമുള്ള നക്ഷത്രങ്ങളിലേക്കൊക്കെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? അവരുടെ ആയുസ് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചെറുതായിരിക്കും, അവരുടെ ശരീരത്തിന്റെ ആയുസ്. പക്ഷെ അതിൽ അവർ തന്നെ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരം സഞ്ചരിക്കുന്നതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ സൂപ്പർസോണിക് വാഹനം പോലും നമ്മൾ കണ്ടെത്തിയ എന്തിനാ? നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനെ ആയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അതിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരു കോഴി പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ആ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഈസിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവണം. ആ കോഴിമുട്ടേന്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരു കോഴി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കോഴിമുട്ടേന്റെ ഉള്ളിൽ കിടന്ന് കോഴിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോഴി കിടന്ന് കാർട്ടൂണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കോഴിമുട്ട കിടന്ന് കറങ്ങുന്നത്. ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഈവൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ശരീരത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണം. പിന്നെ നമുക്ക് മരണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ബോഡീസിനെ കൊണ്ട് പ്രപഞ്ചത്തിൽ എവിടേക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാം, തലമുറകളായിട്ട് സഞ്ചരിക്കാം, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ആ ഒരു എന്ന് പറയുന്ന ബോഡി മെറ്റൽ ഡേനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതിൽ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ വർഷങ്ങളായിട്ട് പല പ്ലാനറ്റുകളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ എക്സോ പ്ലാനറ്റ്സ്, അതായത് ഭൂമി അല്ലാതെ ഹാബിറ്റബിൾ സോണിലുള്ള പല പ്ലാനറ്റ്സിൽ ഒരെണ്ണമാണ് ഭൂമി. അതിൽ ഈ ഭൂമിയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം നമ്മൾ ഉപയോഗിച്ച ഒരു ആറ്റം ബോംബ്. ആ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഇമ്പാക്ട് പ്രപഞ്ചത്തിനെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവർ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ ഭൂമിനെ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്പീഷീസ് ഉണ്ടാവും അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭൂമിനെ അവർ കാണുന്നത് ഒരു പ്രിസൺ പ്ലാനറ്റ് ആയിട്ടാണ്. അവർ ഈ പറഞ്ഞ പോലെ കൊല്ലേണ്ടുന്ന ജീവജാലങ്ങളെ, അതായത് ഈ പറയുന്ന പോലത്തെ മറ്റേ ISBEസിനെ കണക്ട് ചെയ്യുന്നത് ഭൂമിയിലിടും. കാരണം ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവും, പിന്നെ ഉൽക്കാപതനം ഉണ്ടാവും, പ്രളയം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ജീവൻ ഇല്ലാതെയാവും. ഇവിടെ അല്പായുസുകളുള്ള ജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അല്പായുസുള്ള ജീവികളുടെ ഒരു സ്ഥലമായി മാത്രമേ ഈ ഒരു ഭൂമിയെ അവർ കണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ആറ്റം ബോംബ് ഉപയോഗിക്കുന്നു, അത്രയും വലിയ സ്പീഷീസ് ഇവിടെ ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളത് അവരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ച് കാലങ്ങളായിട്ട് ഭൂമിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പം ആ ഒബ്സർവേഷന്റെ ഇടയിൽ ഒരു ഇടിമിന്നൽ തട്ടിയിട്ട് ഇവരുടെ ഈ വാഹനം തകർന്നു വീണതായിരുന്നു എന്ന് പറഞ്ഞു. വിത്തിൻ ഡേയ്സ് ആ ഒരു അവസാനം ഉണ്ടായിരുന്ന ജീവി ഉണ്ടല്ലോ, അതായത് 4 3 പോയി, ഒരെണ്ണം അത് 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ കണ്ണിന്റെ ആ ഒരു ഷൈനിങ് നഷ്ടമായി. അതോടുകൂടി ആ കണക്ഷൻ അവർക്ക് മിസ്സായി എന്ന് അവർ പറയുന്നു. ഇത് ആ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഏലിയൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫെർമി പറയുന്ന പോയിന്റ് അനുസരിച്ചിട്ടും പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പം സ്വന്തം ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി ഡിറ്റാച്ച് ആയി എന്ന് വിചാരിച്ചോ, അവരെ നമുക്ക് കാണാനും പറ്റില്ല. അവർ ചിലപ്പോൾ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിട്ടുണ്ടാവണം. മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം മേ ബി നമുക്ക് ആ ഡയമെൻഷൻ റിസീവ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മുടെ 3G ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് 4G കണക്ട് ചെയ്ത് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് വേണം? 5G ഉള്ള ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 5G കണക്ട് ചെയ്യാൻ പറ്റും. സെയിം നമ്മുടെ ശരീരത്തിന്റെ പരിമിതി ആയിരിക്കാം മറ്റൊരു ഡയമെൻഷനിലുള്ള ഒന്നിനെ നമുക്ക്
കാണാൻ പറ്റാത്തതും ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് കുറെ ഡിസ്കഷൻസ് ഉണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസിനെയാണോ വിശ്വസിക്കേണ്ടത്, ഇതിനെയാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതായത് ചില സമയത്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്ങനെയാ വിശ്വസിക്കുക, എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതുപോലെ വേറൊരു കെന്നത്ത് അർണോൾഡ്, അങ്ങനെ എന്തോ കെന്നത്ത് അർണോൾഡിൻ്റെത് ഇതേപോലെ ഒരു ആരോ എഴുതിയ പുസ്തകമോ അല്ലെങ്കിൽ എഴുതിയ കത്തൊന്നല്ല. അത് റിയൽ ആണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. റിയൽ ആണോ എന്നുള്ളത് അറിയില്ല. അത് കെന്നത്ത് പറഞ്ഞതല്ല റിയൽ. അതായത് ഇയാളൊരു പൈലറ്റാണ്. ഒരു ദിവസം ഇയാള് ഈ ഫ്ലൈറ്റിന്റെ ഇടയിൽ പെട്ടെന്ന് മിററിൽ എന്തോ ഒരു റിഫ്ലക്ഷൻ കണ്ടു. മിററിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മിറർ റിഫ്ലക്ഷൻ അടിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, മിറർ നോർമൽ ആക്കി വെച്ചിട്ട് പോവാറുണ്ട്. അങ്ങനെ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ മിറർ ചേഞ്ച് ചെയ്തിട്ടും റിഫ്ലക്ഷൻ അങ്ങനെ അടിക്കാം. ഇത് എന്താണെന്ന് പറഞ്ഞ് നോക്കിയ സമയത്ത് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ എന്നാണ് മൂപ്പര് പറയുന്ന കണക്ക്. 30 കിലോമീറ്റർ പിന്നില് ഒരു തിളങ്ങുന്ന വസ്തു സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പരിചയമുള്ള ഒരു പറക്കുന്ന വസ്തുവായിട്ട് തോന്നില്ല. അങ്ങനെ അയാൾ ശ്രദ്ധിച്ചു, ഓക്കെ ഇതെന്തോ ഒരു സാധനം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മൂപ്പര് സ്ലോ ആക്കിയപ്പം ഇത് കൂടെ വന്ന് നിന്നു. കൂടെ വന്ന് നിന്നതിന്റെ ഡെഫിനിഷൻ ആള് പറയുന്നത് എന്താണെന്നറിയാം. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി ഇല്ലേ, ഈ ഇഡ്ഡലി നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും. സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിൽ ഒരു ഇഡ്ഡലി, ഒരു ഡിസ്ക്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഡിസ്ക്. ഈ ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുക, ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വെള്ളത്തിൽ ഇങ്ങനെ ചെത്തി പോണതില്ല, നമ്മളിങ്ങനെ അതുപോലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് അത് ഈ ഒരു വിമാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നത്. ആ ഒരു സീൻ അയാൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള സാധനമാണ് അയാൾ കണ്ടത്. അതായത് ഇതിന്റെ പിന്നില് മൊത്തത്തിൽ ഒരു 9ഓളം ഇത്തരത്തിലുള്ള ഷിപ്പുകൾ അയാൾ ഫോളോ ചെയ്യുക. 9 ഒരേപോലത്തെ 9. അതിലൊരു വിൻഡോ ഇല്ല, അതൊന്നും ഒരു ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. ഇതിങ്ങനെ തിളങ്ങുന്ന ഒരു സാധനം. അങ്ങനത്തെ ഒരു സാധനം ഇന്ന് മേ ബി ആരെങ്കിലും ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു സോപ്പ്. അത് വെച്ചിട്ട് നമുക്ക് കൈ കഴുകിയിട്ട് അത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പ്. അതിന്റെ ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ആ സോപ്പ് കണ്ട സമയത്ത് കെന്നത്തിന്റെ അനുഭവം എനിക്ക് ഓർമ്മ, വളരെ പരന്നിട്ടുള്ളൊരു സാധനം. സോ ഇയാൾ ഈ സാധനം നോക്കിക്കൊണ്ട് നിൽക്കെ വിത്തിൻ സെക്കൻഡ്സ് അത് മിസ്സിങ് ആണ്. അത് പോയി 9 ടപ്പ് പോയി. അയാൾ അവിടെ ഇറങ്ങി. അയാൾ അപ്പം തന്നെ പറഞ്ഞു, കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വിഷ്വല് കണ്ടു. അവരൊക്കെ കളിയാക്കി ചിരിച്ചു. സ്വാഭാവികമാണ്. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കളിയാക്കുന്ന ആൾ നീയായിരിക്കും. നമ്മളെല്ലാരും പറയുന്ന പോലെ തന്നെ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ അയാളെ കളിയാക്കി. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്കൊന്ന് ജൂലൈ 2-ാം തീയതിയാണ് ഇയാളുടെ ഈ ഒരു സംഭവം നടക്കുന്നത്. 47-ൽ ഞാൻ തോന്നുന്നു. 47-ലോ 48-ലോ ആണ്, കൃത്യമായിട്ടുള്ള ഇതില്ല. പക്ഷെ ജൂലൈ 4-ന് ഒരു പ്രാദേശിക ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു, ഒരു ഫോട്ടോ. ആ ഫോട്ടോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ അനുഭവം, അയാൾ കണ്ട വിഷ്വല് ഈ പത്രത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. ഫോട്ടോ എടുത്തിട്ട് ആ വിഷ്വൽ എത്തിച്ചു കൊടുത്തതിൽ ആകാശത്ത് 9 വെളിച്ചങ്ങൾ 9 വെളിച്ചങ്ങൾ ആകാശത്ത് നിൽക്കുന്ന ഒരു ചിത്രം ഇയാൾ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. അപ്പോഴാണ് കെന്നത്ത് അർണോൾഡ് പറഞ്ഞ വിഷയം ആ കൂടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. ഏകദേശം ഇയാൾ പറഞ്ഞ, അതായത് കെന്നത്ത് കണ്ട ആ വിഷ്വലിനേക്കാളും ഒരു 20 മിനിറ്റ് മുമ്പാണ് ആകാശത്ത് ഈ 9 വസ്തുക്കൾ ഇയാൾ കാണുന്നത്, ഈ ഫോട്ടോ എടുത്ത ആള് കാണുന്നത്. ആ ഫോട്ടോ ഇപ്പോഴും ഡോക്യുമെന്റഡ് ആണ്. അത് എവിടെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കെന്നത്തിന്റെ ജസ്റ്റ് ഇപ്പൊ കെന്നത്ത് അർണോൾഡിന്റെ UFO ഇൻസിഡന്റ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1950s തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫോട്ടോസിനെ നമുക്ക് ഇതിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് AI ആണെന്നും ഫോട്ടോഷോപ്പ് ആണെന്നും പറയാം. പക്ഷെ 1950s എടുത്തൊരു ഫോട്ടോ അത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ടെക്നോളജിയിൽ അത് പോസിബിൾ ആണോ? നമ്മളന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന്, കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. സോ അവിടെ അത് ന്യൂസ് പേപ്പറിൽ വരെ പ്രിന്റ് വന്നൊരു സാധനം.
ഈ പ്രിന്റ് കണ്ടിട്ട് അത് ഇന്നും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു, അത് ഇന്നും എക്സ് ഫയൽസിൽ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ? സംഭവം ശരിയാണ്, സയന്റിഫിക് തെളിവാണോ അത്? ഞാനല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അതായത് ആ 9 വെളിച്ചങ്ങളും UFO ആണോ എന്നുള്ളതും അതല്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ്സ് പോവാണെന്നെങ്കിലും പറയാം. അന്ന് ഈ 9 വന്നു, അത് എന്ത് ആര്? ഇത് ഞാൻ പറയില്ല, അന്ന് ആകാശത്ത് കണ്ടിട്ട് ഒന്നെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ഇവർ രണ്ടുപേർക്കും അറിയില്ല. ഈ പറയുന്ന ആൾ, ഇപ്പൊ റഷ്യ ഒക്കെ ഞാൻ പറയട്ടെ, അമേരിക്കയിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു, ഇത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ചെയ്തതെന്ന് പറയുന്ന ആളാണ് റഷ്യ, ചെയ്തില്ലെങ്കിലും. എന്നാൽ റഷ്യ പോലും പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയും. മനസ്സിലാവുണ്ടോ? അവിടെയാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരുന്ന പോയിന്റ് എന്താ അറിയാം? സപ്പോസ് ഈ കെന്നത്ത് അർണോൾഡ് കണ്ടതായാലും ശരി, മെറ്റലിലേക്ക് ഉണ്ടായ അനുഭവമായാലും ശരി, അത് റിയൽ ആണ് എങ്കിൽ, റിയൽ ആണെന്ന് പറയുന്നില്ല, റിയൽ ആണ് എങ്കിൽ അതൊരു റിയൽ ഇന്റലിജന്റ് ഏലിയൻ ബീയിങ് ആയിരുന്നുവെങ്കിൽ എത്രത്തോളം കടമ്പകൾ കടന്നിട്ടായിരിക്കും അവര് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതെ, നമ്മളിപ്പോ ഭൂമിയുടെ ചരിത്രം അന്വേഷിച്ച് പറയാൻ തന്നെ അപ്പൊ ഇത്രയും വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ഇപ്പൊ മനുഷ്യൻ 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു, അതിന് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം ആണ് നമ്മളൊരു ഇന്റലിജന്റ് ബീയിങ് ആയി മാറിയത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഈ പുറമേന്ന് വന്ന് ഇപ്പൊ ഈ മെറ്റിൽഡ എന്ന് പറഞ്ഞ ഒരു കണ്ടു എന്ന് പറയുന്ന ആ ഏലിയൻ, അത് എത്ര കടമ്പകൾ കടന്നിട്ടാണ് അവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. മനുഷ്യന്റെ കാര്യം മാത്രം എടുക്കും. 500 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു നക്ഷത്രത്തിന് ചുറ്റുന്ന 450 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഗ്രഹം, ആ ഗ്രഹത്തിൽ ഇന്ന് ഇരുന്ന് നമ്മളെ പോലെ ഉള്ള മനുഷ്യര് സംസാരിക്കുന്നു എങ്കിൽ അതിന്റെ പ്രായം വെറും 4 ലക്ഷം വർഷങ്ങളാണ്. വെറും 4 ലക്ഷം വർഷങ്ങൾ മാത്രം ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇപ്പോ അവയോജനിസിസ് പോലെയുള്ള വിഷയങ്ങൾ, അത് കഴിഞ്ഞിട്ട് അവരൊരു ഇന്റലിജന്റ് സ്പീഷീസ് ആവണം. ആവാൻ മാത്രം പോരാ, അതിനുള്ള സാഹചര്യങ്ങളും പിന്നെ അത് നിലനിൽക്കുക വേണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് പറഞ്ഞ തിയറി. ഇന്റലിജന്റ് ബീയിങ് ആയി പിറ്റേ ദിവസം ഒരു ഉൽക്കം വീണാലോ? അതെ, അതും സംഭവിക്കും. അതാ പറഞ്ഞത്, ഒരുപാട് കടമ്പകൾ കടന്ന് അവര് സർവൈവ് ചെയ്തു. ഇനി ആ സർവൈവ് ചെയ്യുന്ന പോയിന്റിനെ കുറിച്ച് പറയാം. അവിടെയാണ് കാർഡഷേവ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. അതായത് ഈ കേട്ടിട്ടുണ്ടാവും, അതായത് സിവിലൈസേഷൻ ടൈപ്പ് 1 സിവിലൈസേഷൻ, ടൈപ്പ് 2 സിവിലൈസേഷൻ, ടൈപ്പ് 3 സിവിലൈസേഷൻ. ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതായത് നമ്മൾ ഏത് പ്ലാനറ്റിലാണോ നിൽക്കുന്നത് ആ പ്ലാനറ്റിലെ ഊർജം മുഴുവൻ നമ്മൾ എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ടൈപ്പ് 1 സിവിലൈസേഷൻ ആവുന്നു. നമ്മൾ അവിടെ പോലും നമ്മൾ എത്തിയിട്ടില്ല. ആ ഒരു പ്ലാനറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ ടൈപ്പ് 2 സിവിലൈസേഷൻ എത്തണം. ടൈപ്പ് 2 സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രത്തിന്റെ ഊർജം മുഴുവൻ നമുക്ക് കിട്ടണം. അതായത് സൂര്യനാണെങ്കിൽ സൂര്യന് ചുറ്റും നമ്മൾ സോളാർ പാനൽസ് വെച്ച് കവർ ചെയ്ത് അതിന്റെ ഒരു തുള്ളി ഊർജം പോലും പുറത്തു പോവാത്ത രീതിയിൽ അതിന്റെ മുഴുവൻ ഊർജവും നമുക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത്രയും ടെക്നോളജിക്കലി നമ്മൾ വളരണം. സൂര്യന് ചുറ്റും സോളാർ പാനൽ വെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഇനി എത്രത്തോളം വളരണം. അതും കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് 3ലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഗാലക്സിന്റെ ഇത്രയും നക്ഷത്രങ്ങളായാൽ ഗാലക്സിയിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളുടെയും എനർജി മുഴുവൻ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ടൈപ്പ് 3 സിവിലൈസേഷൻ എത്തുന്നത്. അതായത് ഒരു ഗാലാക്ടിക് യാത്ര നടത്തണമെങ്കിൽ നമ്മളൊരു ടൈപ്പ് 3 സിവിലൈസേഷനിലേക്ക് എത്തണം. അപ്പൊ അത് യാത്ര കഴിഞ്ഞിട്ട് ഒരുത്തൻ നമ്മളടുത്ത് എത്തണമെങ്കിലോ? അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളടുത്തേക്ക് ഒരുത്തൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കടന്നിട്ടായിട്ടില്ലേ എത്തിയിട്ടുണ്ടാവുക. അവനെയാണ് നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതിന്റെ റേഞ്ച് ആലോചിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ എൻകൗണ്ടേഴ്സ്, ഏലിയൻ എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ഈ പറഞ്ഞ പോലെ ഒരു 4ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ്, ഫോർത്ത് കൈൻഡ്. ഇപ്പം സ്പിൽബർഗിന്റെ ഫോർത്ത് കൈൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ പോലെ തന്നെ നമുക്കിപ്പം ആകാശത്തൂടെ നമ്മൾ കാണുന്നു, അന്യഗ്രഹ പേടകങ്ങൾ പോകുന്നു, അത് ഫസ്റ്റ് കൈൻഡ് ആണ്. അതിനുശേഷം സെക്കൻഡ് കൈൻഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഫിസിക്കലി കാണുകയാണ്. അത് ഒരു വെളിച്ചം പോകുന്നതല്ല, നമുക്കൊരു ഏലിയൻ ഷിപ്പിനെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഏലിയൻ രൂപത്തെ നമുക്ക് കാണാൻ പറ്റും.
ഇതാണ് ശരിക്കും സെക്കൻഡ് കൈൻഡ്. തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി കണക്ട് ആവണം, നമുക്ക് ഇതിനെ തൊടാനോ അതിന് നമ്മളെ തൊടാനോ പറ്റണം. ഫോർത്ത് കൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ, അവിടെയാണ് അബ്ഡക്ഷൻ. ഒരു 100 കഥകളുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ കുറച്ചു നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം എന്താ, ഇത്രയും കടമ്പകൾ കടന്നിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഫിൽറ്ററിന്റെ ഭാഗമാണ്. അവരെത്തി കഴിഞ്ഞിട്ട് 1, 2, 3, 4 നാലാമത്തെ കൈൻഡും കടന്നിരിക്കുന്നു നമ്മുടെ അടുത്ത്. അതായത് ദൂരെ നിന്ന് കണ്ടുപോവല്ലേ ചെയ്യുന്നത്, വിഷ്വലി നമുക്ക് തരുകയല്ല ചെയ്യുന്നത്, നമ്മളെ തൊടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളിൽ ചിലരെ തട്ടിക്കൊണ്ടു പോവുകയുണ്ട്. അവിടെയാണ് ഫോർത്ത് കൈൻഡ് അബ്ഡക്ഷൻ വരുന്നത്. ഇഷ്ടം പോലെ കഥ പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം.